ഒരു രാജ്യത്ത് ജനാധിപത്യം യാഥാർത്ഥ്യമാകുന്നത് ആ രാജ്യത്തെ ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കുമ്പോഴാണ്. അതെ, പൊതു തെരഞ്ഞെടുപ്പിൻ്റെ രീതി കുഞ്ഞുനാൾ മുതൽ പരിചയപ്പെടുത്തുവാൻ മൺവിള ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ ഒരുങ്ങി. ഇന്ന് അവരുടെ ഇലക്ഷൻ തീയതിയാണ്. എൻ്റെ പുറകെ നിൽക്കുന്നവരെല്ലാം സ്ഥാനാർത്ഥികളാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് സുസ്മിത. ഞാൻ ഹെഡ് ഗേളിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ 12th കോമേഴ്സ്. സ്വയാനൂപ് ഹെഡ് ഗേളിന് വേണ്ടിയാണ് നിൽക്കുന്നത്. 12th. എൻ്റെ പേര് തീർത്ത. ഞാൻ 12 ഞാൻ ഹെഡ് ഗേളിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പേര് ശ്രേയ. ഞാനും ഹെഡ് ഗേൾ പൊസിഷനാണ് നിൽക്കുന്നത്, ക്ലാസ് 12. എൻ്റെ പേര് അനിരുദ്ധ്. ഞാൻ ഹെഡ് ബോയ്ക്ക് വേണ്ടിയാണ് നിൽക്കണേ. ഞാൻ ക്ലാസ് 12 ഞാൻ അഭിരാമസ്. ഞാൻ ഹെഡ് ബോയ് പോസ്റ്റിനാണ് നിൽക്കുന്നത്, 12 ഞാൻ ദക്ഷിഷ്. ഞാൻ ഹെഡ് ബോയ് പോസ്റ്റിനാണ് നിൽക്കുന്നത്, ഫ്രം 12B. എൻ്റെ പേര് സയോണ. ഞാൻ സ്പോർട്സ് ക്യാപ്റ്റനാണ് നിൽക്കുന്നത്, ക്ലാസ് 12. എൻ്റെ പേര് ആദിഷ് കുമാർ KK. ഞാൻ ഹെഡ് ബോയ് പോസ്റ്റിന് വേണ്ടിയാണ് നിൽക്കുന്നത്, 12A. എൻ്റെ പേര് ആൻസ്റ്റൺ യേശുദാസ്. ഞാൻ ജനറൽ സ്പോർട്സ് ക്യാപ്റ്റൻ എന്ന പോസ്റ്റിനാണ് നിൽക്കുന്നത്, 12B. എൻ്റെ പേര് അശ്വിൻ സുഭാഷ്. ഞാൻ ജനറൽ സ്പോർട്സ് ക്യാപ്റ്റൻ എന്ന പോസ്റ്റിലാണ് നിൽക്കുന്നത്, ഫ്രം ക്ലാസ് 12A. എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ ജനറൽ സ്പോർട്സ് ക്യാപ്റ്റനാണ് നിൽക്കുന്നത്, 12B. ഓക്കെ, അപ്പം ഇവരോട് നമുക്ക് അവരുടെ ഇലക്ഷൻ പ്രചരണത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. മോളുടെ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് മൈ നെയിം ഇസ് സുസ്മിത. സുസ്മിത. ഓക്കെ, സുസ്മിത, ഈ പുറത്ത് അതായത് ഇതിനു മുമ്പ് അമ്മയോടൊപ്പമോ അച്ഛനോടൊപ്പമോ ഈ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല. TV-യിലൂടെ ഒക്കെ കണ്ടതേ ഓർമ്മ അല്ലേ? ഇവിടെ സ്കൂളിൽ എങ്ങനെയാണ് സെലക്ട് ആയത്? അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളെ ആപ്ലിക്കേഷൻ കൊടുത്തതാണോ, ടീച്ചേഴ്സ് സെലക്ട് ചെയ്തതാണോ, എങ്ങനെയാണ്? So we had 4 rounds of interview. After that we got selected into the election round. ഓക്കെ, ഈ പ്രചരണം മറ്റ് TV-യിലൊക്കെ കണ്ടു കാണും, വാർത്തകളിലൊക്കെ കണ്ടു കാണും. ഈ പ്രചരണം എന്ന് പറഞ്ഞല്ലേ, അതായത് ആൾക്കാരെ പോയി കണ്ട്, സ്ഥാനാർത്ഥികൾ പോയി കണ്ട് സംസാരിച്ച് അവരുടെ വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നവരെ കണ്ടു കാണും. അപ്പോൾ ഈ സ്കൂളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പ്രചരണം എങ്ങനെ ക്ലാസ് റൂമിൽ കുട്ടികളോടൊക്കെ ചോദിച്ച സമയത്ത് എന്ത് ഫീലിംഗാണ് തോന്നി? അങ്ങനെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? So for Monday, Tuesday and Wednesday we went for campaigning around all the classes from 5 to 12. We went into each class, we introduced ourselves and we asked them to vote for us. We heard their sorrows, we heard their thoughts and everything. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? സ്വയാനൂപ്. ശ്രേയയുടെ അനുഭവം എന്ന് പറയുമോ, എക്സ്പീരിയൻസ്? അത് ഒരു നാണക്കേട് വല്ലതും തോന്നിയോ? അല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിക്കോ? ഇല്ല, നാണക്കേടൊന്നും തോന്നിയില്ല. ഇല്ല, ഈ സ്കൂളുടെ ഡെഡിക്കേഷൻ കാരണമാണ് ഈ പോസ്റ്റിന് വേണ്ടി പേര് കൊടുത്തത്. 14 വർഷം ഈ സ്കൂളിലുണ്ടായിരുന്നു. സ്പോർട്സ് ക്യാപ്റ്റൻ അതിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്? അല്ലല്ല, ഹെഡ് ഗേളിനാണ് മത്സരിക്കുന്നത്. അവളുടെ പേര് തീർത്ഥയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ 14 വർഷം ഇവിടെ പഠിക്കുകയാണ്. സോ എനിക്കങ്ങനെ ക്യാമ്പയിൻ ചെയ്ത് എൻ്റെ പേര് പറയണമെന്നുള്ള ഇതുണ്ടായിട്ടില്ല. എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. കാരണം ഞാൻ സ്പോർട്സിലായാലും വേറെ കൾച്ചറൽ ആക്ടിവിറ്റീസിലായാലും ഞാൻ ഉള്ളതുകൊണ്ട് അറിയായിരുന്നു. സോ ഭയങ്കര രസമായിരുന്നു. ഞാൻ കൺസേൺസ് മാത്രമല്ല ചോദിച്ചത്, അവരുടെ ചെന്ന് വൈബ് ചെയ്ത് അവരുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായി അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സജഷൻസ് ഒക്കെ ചോദിച്ചു. അപ്പം ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. പോസിറ്റീവ് ആയിരുന്നു, കുട്ടികളൊക്കെ ഹാപ്പി ആയിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. ആണോ? ഓക്കെ, എന്തായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഇലക്ഷനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയർ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ആൾക്കാരെ പരിചയമില്ല. അപ്പോൾ വോട്ടിംഗ് കൂടെ എല്ലാവരെയും അറിയാൻ പറ്റി. അപ്പോൾ മേ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് വിൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും കാലം നമ്മുടെ സീനിയേഴ്സൊക്കെ ക്യാമ്പയിനിനെ കണ്ട് we always wanted to get on the stage and do the campaigning, meet the students. അതായത് അവരുടെ പ്രശ്നങ്ങൾ അറിയാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോഴാണ് അവരോട് പോയി സംസാരിക്കുക, ഇപ്പോഴാണ് അവർ നമ്മളോട് സംസാരിക്കുക. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ they are very smart actually. So yeah, it was a really good experience. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ UKG തൊട്ടേ ഉണ്ട്, അപ്പോഴേ കണ്ടിട്ടുള്ളതാണ്. വോട്ടിങ്ങിന് പോയിട്ടുണ്ട്. എന്നാലും എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതാണ്. നമ്മളിപ്പോൾ ക്യാമ്പയിനിങ് പോയപ്പോഴും അല്ലാതെ വി ഹാവ് ഹാഡ് സജഷൻസ്. അതെല്ലാം നമ്മളിപ്പോൾ ആരാണ് സ്കൂൾ ലീഡർ ആയാലും നമ്മളെല്ലാം യുണൈറ്റഡ് ആയിട്ട് സ്കൂള് ബെറ്റർമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തു. ഞാൻ 11th വന്നത്. അപ്പം എനിക്കിപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഇപ്പോൾ ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഫോർ മീ. ഐ ലേൺഡ് എ ലോട്ട് ഓഫ് ന്യൂ തിങ്സ്. ഐ മെറ്റ് ന്യൂ പീപ്പിൾ. ഞാൻ കുറേ പിള്ളേരുമായിട്ട് നന്നായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഇത് ഒരു ചോദിച്ച സമയത്ത് മടിയൊക്കെ തോന്നിയോ? കുട്ടികൾ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ പുതിയ കുട്ടികളാണ്? ഞാനൊരു എന്നെ അറിയാത്ത കുറേ പേരുണ്ടായിരുന്നു. ഞാനതൊരു സ്പോർട്സ്മാൻഷിപ്പ് ഒരു സ്പിരിറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. മോളുടെ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ പേര് സയണ. ഇപ്പോൾ ഞാൻ ഒരു 9 വർഷമായിട്ട് ഇവിടെ ഉണ്ട്.
നമ്മൾ ചേട്ടന്മാരും ചേച്ചിമാരും പണ്ടേ തൊട്ട് ഇങ്ങനെ വോട്ടൊക്കെ ചോദിച്ചു വരുന്നത്. അപ്പോഴേ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. കരുതി വെച്ചിട്ടുണ്ട് എന്റെ ആ. അച്ഛൻ മുഴുവൻ വരുമ്പോൾ ഞാൻ ചോദിക്കും. അതാ ഇപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ചോദിക്കാൻ തുടങ്ങി, അത്ര വലുതായി. പക്ഷെ പിള്ളേരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര. അപ്പം അവരെ വോയിസ് എല്ലാം കേൾപ്പിക്കാൻ ഞാൻ നോക്കാം. സയോന ഏതിനാണ് മത്സരിക്കുന്നത് പറഞ്ഞത്? സ്പോർട്സ് ക്യാപ്റ്റൻ. സ്പോർട്സ് ക്യാപ്റ്റൻ. മോന്റെ പേര്? എൻ്റെ പേര് ആദർശ്. ഞാൻ ഈ സ്കൂളിൽ 14 വർഷമായിട്ടുണ്ട്. വെച്ചാൽ LKG തൊട്ട് ഞാൻ ഈ സ്കൂളിലാണ് നിന്നതും വളർന്നതും ഒക്കെ. പക്ഷെ എന്നാലും ഒരു നേതാവ് എന്ന നിലയിൽ ഞാൻ എന്താ പറയുക, സ്വന്തമായിട്ട് കയറി വന്നത് ഒരു 10ാം ക്ലാസ് തൊട്ടാണ്. ഞാൻ എന്താ പറയുക, നേതൃത്വത്തിൻ്റെ ഇതിലോട്ട് വന്നത്. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഡെവലപ്പായി വന്ന ഈ അടുത്തൊക്കെ തന്നെയായിട്ടാണ്. പക്ഷെ എന്നാലും ഡെവലപ്പ് ചെയ്ത ക്വാളിറ്റീസ് വെച്ച് എന്താ പറയുക, നമ്മുടെ പിള്ളേരൊക്കെ നയിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ പേര് ആൻസ്റ്റണി യേശുദാസ്. ഞാനിവിടെ +1 ജോയിൻ ചെയ്തൊരു സ്റ്റുഡൻ്റാണ്. അപ്പം ഞാനിവിടെ സ്പോർട്സിനായിട്ട് വന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പം ഇവിടെ വന്ന് കുറേ കായിക കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്ത്, അപ്പം അങ്ങനെ കുറച്ച് പിള്ളേർക്ക് അറിയാം, കുറേ പിള്ളേർക്ക് അറിഞ്ഞുകൂടാതെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു വോട്ട് ചോദിക്കും, എന്നെ ജയിപ്പിക്കും ഒക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ എന്നെ ജയിപ്പിക്കും അങ്ങനെ ചോദിച്ച് പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിച്ചാണ് വോട്ട്. എൻ്റെ പേര് അശ്വിൻ. ഞാൻ സ്പോർട്സ് ക്യാമ്പിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പം ഞാനും വന്നിട്ട് 1 വർഷമായുള്ളൂ. ഞാൻ +1 ജോയിൻ ചെയ്തത്. പക്ഷേ എനിക്ക് എന്നെ അറിയുന്നവർ കുറച്ച് പേരേ ഉള്ളൂ. എന്നാലും ഞാൻ നിന്നു. ഇതിന് ആരെങ്കിലും ഒരാൾ കോമ്പറ്റീഷനായിട്ട് നിന്നു. പിന്നെ അതുകൂടാതെ ലൈക്ക് ഇപ്പോൾ ആര് സ്പോർട്സ് ക്യാപ്റ്റനായാലും എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കും. ഒരു ലീഡറൊന്നുമില്ല, ആരായാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കും. +2. എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാനിവിടെ 9th ജോയിൻ ചെയ്തത്. എനിക്ക് പഴയ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് ചേഞ്ചസ് എനിക്ക് മനസ്സിലായി. ഇവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും. അപ്പം എനിക്കിവിടെ ഇപ്പം ഈ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ജൂനിയേഴ്സുമായിട്ട് കുറേ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റി. പിള്ളേരൊക്കെ സപ്പോർട്ടാണ്. കണ്ടില്ലേ കുട്ടി സ്ഥാനാർത്ഥികളുടെ ആവേശം? ആര് ജയിച്ചാലും ആര് തോറ്റാലും അവർക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് ഇത് അവരൊരു യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നവരാണ്. യഥാർത്ഥ പോളിംഗ് സംവിധാനം എങ്ങനെയാണെന്നും തിരഞ്ഞെടുപ്പ്, അതായത് സ്ഥാനാർത്ഥി നിർണയം തൊട്ട് സ്ഥാനാർത്ഥി വിജയിച്ച് അതാത് സ്ഥാനങ്ങളിൽ ഏൽക്കുന്നത് വരെ ഉള്ള പ്രോസസ്സ് കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയാണ്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തുകയാണ് ഭാരതീയ വിദ്യാഭവൻ മൺവിള സ്കൂൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Today I think Bharati Vidya Bhavan Manvila is having one of the most awaited event in school, that is the parliamentary elections. I really do not know how many schools follow this pattern, because everywhere it is the selection round that happens when the principal and all the senior teachers nominate, and from that group they select the best person to lead. Whereas in Bharati Vidya Bhavan Manvila, we follow the democratic process where students of class 5 to 12 get the opportunity to vote for the best candidate. So I think the social science department should be commended for the excellent arrangements that they do every year to see to it that students of class 5 to 12 get the opportunity to cast their vote, and they do it on the electronic terminal. When the last student casts the vote, we get the final results on the board. So that is how it is. So all the candidates have actually assembled and told the entire school about what they will be doing once they are elected. Let's hope that the best candidate wins. Wishing all the candidates the very best for the parliamentary elections 2025-26. Thank you. Thank you for your valuable vote. ഇതിനു മുമ്പ് വോട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. അച്ഛനും അമ്മയുടെ കൂടെ പോയിട്ടുണ്ടോ പോളിംഗ് ബൂത്തിൽ? പോയിട്ടുണ്ട്. അതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കണ്ടത്. So it was very familiar, so it was very nice.
despite anyone losing or winning, that is not the point here. You're getting an opportunity like this. As I said before, no schools are giving this kind of an opportunity. It's an experience. Take it in that way, whether you win or lose. If you lose also, you will be one among the other kind of leaders are there. We have house captains, we have councillors, so many things will be there. Okay, so don't be disappointed in case you lose. And in case you win, consider this great. That's it. And then appreciate all the others as well. Okay, so let the best candidates come. Thank you. Namaste all. The Social Science Department of Bharati Vidya Bhavan Manvila is organizing the School Parliament Election 2025 with the support of Class 11B students as the volunteers. We are following all the democratic norms, verifying the candidates with their Aadhaar card, putting indelible mark on their fingers, and this year we have also introduced electronic voting machine where the students can cast their vote to their favorite candidates. After the last student casts their vote, result will be declared on the stage, and on the screen it will be shown with the voting result. So we are very happy that we could introduce this years before, and we could continue this process to make our children become awareness about the democratic politics in our country and true citizens of our country. Thank you. ഇതാണ് സ്ക്രീന്. അതിനകത്ത് ഓരോരോ പോസ്റ്റിൻ്റെ ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ആൾക്കാരെ ചൂസ് ചെയ്യും. 4 പേര് ചൂസ് ചെയ്യും. 4 പേര് ഓരോരുത്തരും ചൂസ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ കൺഫേം ആണോ അല്ലെങ്കിൽ ചോദിക്കും. കൺഫേം ആണെങ്കിൽ നിങ്ങൾ കൺഫേം കൊടുക്കാം. അപ്പോൾ ഒരു വോയിസ് കേൾക്കാം, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ. അത് കഴിഞ്ഞ് നിങ്ങൾ അറിയാം. ഓക്കെ. അതിലിങ്ങനെ പേരുകൾ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് കൺഫേം ആണെങ്കിൽ കൺഫേം പ്രസ് സൗണ്ട് വരും. കൺഫേം കുറേ കാര്യങ്ങൾ. When you press on this button, another photo will come with all of your 4 candidates. Candidates correct ആണെങ്കിൽ press on confirm, അല്ലെങ്കിൽ press on edit. Okay? പോളിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. ഇത്തവണ ഭാരതീയ വിദ്യാഭവനിൽ 5ാം ക്ലാസ്സിലെ കുട്ടികൾ കൂടെ വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് അവർ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അവരോട് തന്നെ ചോദിക്കാം, നേരിട്ട് ചോദിക്കാം. മോനോട് ചോദിക്കാം. മോൻ്റെ പേരെന്താണ്? സൗരവ്. സൗരവ് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് അല്ലേ? എന്ത് തോന്നുന്നുണ്ട്? രസം തോന്നുന്നുണ്ടോ? ചേട്ടന്മാർ എന്തൊക്കെ വന്നു? ചേട്ടന്മാർ ചേച്ചിമാർ ക്ലാസ്സിലൊക്കെ ഒന്ന് ചോദിച്ചോ, വോട്ട് ചോദിച്ചോ? അവരെന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ തന്നു, ഞാൻ എന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ?
പറഞ്ഞോ. മോൻ്റെ പേരെന്താണ്? വേദിക്. വേദിക്. വേദിക് ആദ്യമായിട്ടല്ലേ 5ാം ക്ലാസ്സിലെ അല്ലേ ആദ്യമായിട്ടല്ലേ വോട്ട് ചെയ്യാൻ പോകുന്നു? ചേട്ടന്മാരും ചേച്ചിമാരും എന്തെങ്കിലും പറഞ്ഞോ? ക്ലാസ്സിൽ വന്ന് ഇന്നത് ചെയ്യാം ഒന്ന് പറഞ്ഞില്ല? വന്നോ? അവർ ക്ലാസ്സിൽ വന്നായിരുന്നോ? വന്നോ? എന്തെങ്കിലും പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യുന്നത് ഞാൻ ചോദിക്കില്ല, അത് ആരോടും പറയുകയും ചെയ്യരുത്. അവസാന പോരാട്ടത്തിൻ്റെ ഒടുവിൽ ഇലക്ഷൻ റിസൾട്ടിൻ്റെ പ്രഖ്യാപനത്തിലോട്ട് പോവുകയാണ്. എല്ലാ കാൻഡിഡേറ്റ്സും നമ്മുടെ റൂമിനകത്തോട്ട് പോകുന്നുണ്ട്. The calculations have been done. For the post of head girl, it is Tirtha again. Is there going to be a change? Very small margin, right? Yes. But still it is another. For the general sports captain boy, Anston. Very soon, and then we have the English teacher ceremony. I think after this we are going to have the house captains and the assistant vice captains being selected, and also we have the council members as well, which will be decided today. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. താങ്ക് യു സോ മച്ച് എൻ്റെ കൂടെ നിന്നവർക്ക്. താങ്ക് യു അമീന, അങ്ങനെ കുറേ പേരുണ്ട്. അമീന, അഖിത, ജാഹ്നവി, ശ്രീലക്ഷ്മി, ഒത്തിരി പേരുണ്ട്. എന്നെ ഒത്തിരി പേര് ഇൻ്റർവ്യൂവിൽ ഹെൽപ്പ് ചെയ്തതായിരുന്നാലും പിന്നെ ജൂനിയേഴ്സിൻ്റെ പക്ക ക്യാമ്പയിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും. ജയിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഞാനിനി ജൂനിയേഴ്സിൻ്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ നന്ദി. പിന്നെ സന്തോഷം മാത്രം. സ്പോർട്സിലാണ് ആശാൻ എല്ലാം പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കും. പാലിക്കും, പിന്നെ ഉറപ്പായിട്ടും. വളരെയധികം അപ്രതീക്ഷിതമായിരുന്നു. തീരെ ഉറപ്പണേയില്ല, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ മത്സരിച്ചവർക്ക് എല്ലാവർക്കും നല്ല അത്യാവശ്യം ക്ലോസ് മാർജിനിലാണ് ജയിച്ചു പോയത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ആ ഒരു കോമ്പറ്റീഷൻ, അതാണല്ലോ കോമ്പറ്റീഷനാണെല്ലാം. അപ്പോൾ അത് ജയിച്ചതിൽ സന്തോഷം. ഇനി എന്താ, ഇനി കൊല്ലം മുഴുവൻ അവരുടെ ഹെഡ് ബോയ് ആവുക, അവരെ പറയണ കേൾക്കുക, പ്രോമിസസ് ഒക്കെ പാലിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആശംസ.